ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്, എന്തെല്ലാം യൂണിവേഴ്സൽ എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ്? എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ത്രീ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് വന്നേക്കുന്ന കാർഡ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങളിന്ന് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം ആയിരിക്കാം സാധാരണ ഇതിലുള്ളത്. അപ്പോൾ അവിടെ ഒരു ടീം വർക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഇനി അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ പുതിയ ഒരു കാര്യം പഠിക്കാൻ പോകുന്നതാവാം. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഒരു മെൻറ്ററിനെ കിട്ടുന്നതാവാം, ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാം. അത് നിങ്ങളുടെ മേലധ്യക്ഷന്മാരുമായിട്ടാകാം, സാമുദായിക നേതാക്കന്മാരുമാകാം. അവരുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു മെൻറ്ററിനെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ത്രീ ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ ധാരാളം പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുകയും കൂടുതൽ, അതായത് ഒരു മേഖലയിൽ കൂടുതൽ അറിവ് നേടുകയും അതിൽ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പണം നേടുന്നതിൻ്റെയൊക്കെ ഒരു കാർഡാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എംപ്രസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷനുള്ള ഒരു ലേഡി ആയിട്ട്, ഒരു ഫെമിനൈൻ എനർജി ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇന്നേ ദിവസം ഉള്ളത്. ഇന്ന് കാണാൻ വളരെ ഭംഗിയുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെ മറ്റുള്ളവർ വളരെ നോക്കുക മീൻസ് നിങ്ങളിലേക്ക് ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാവുന്നത് പോലെയോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നുന്ന രീതിയിലോ ഒക്കെ നിങ്ങളെ തന്നെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്നതാവാം. ചിലപ്പോൾ ഇന്നൊരു ഡിഫമേഷന് സാധ്യതയുണ്ട്, അതായത് ഒരു പേരുദോഷം കേൾക്കാനൊക്കെ ഒരു സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പുതിയ ഒരു ബേബി വരുന്നതൊക്കെ നിങ്ങൾ അറിയുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് വളരെയധികം ഭാഗ്യമുള്ള ദിവസമാണ്, വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ദിവസമാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാ രാശികളും, എല്ലാ ഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു കഴിവ് ഇന്ന ദിവസം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തോടു കൂടി സാധ്യമാകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫീല് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് സാധിക്കാൻ സാധ്യതയുണ്ട്. അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് സ്റ്റാറാണ്. ഈ സെയിം കാർഡ് തന്നെയാണ്. സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നത്തെ ഒരു സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു സ്റ്റാറിലേക്ക് ഫിഗർ ആയിരിക്കും. നിങ്ങൾ നിൽക്കുന്ന എവിടെയാണോ അവിടെ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം, നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് വളരെയധികം ഒരു പ്രതീക്ഷ തോന്നുന്നതായിട്ട്, ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിരുന്നിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രതീക്ഷ ഉള്ളതുപോലെ ഒരു പ്രതീക്ഷയൊക്കെ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. എവറിത്തിങ് വിൽ ബി ഫൈൻ, എല്ലാം ഓക്കെ ആകും, നല്ലതാകുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ബാലൻസിലേക്ക് വരുമെന്നാണ് കേട്ടോ. അടുത്തത് ഫോർ ഓഫ് കപ്സ് ആണ്. മുൻപ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ ചില ഉള്ള കാര്യങ്ങളെ ഓർത്ത് മടുപ്പ് തോന്നുക. നിങ്ങൾക്ക് ചില കാര്യങ്ങളോടൊരു താല്പര്യം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നൊരു മേഖലയായിരുന്നിരിക്കും, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു താല്പര്യം തോന്നുന്നില്ല, ഒരു മടുപ്പ് തോന്നുന്നു, നിങ്ങളായിട്ട് തന്നെ അതിനോടൊരു വിരക്തി തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്.
പുതിയ എന്തെങ്കിലും ഒരു കാര്യം എന്നാൽ ചെയ്യാനും പറ്റുന്നില്ല. പഴയതിനോട് മടുപ്പുവാണെന്നാൽ പുതിയ കാര്യം ചെയ്യാൻ ഒട്ടും തോന്നുന്നുമില്ലാത്തൊരു ഒരുവിധം ഒരു നിരാശ പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. ഇനി ഇവിടെ തന്നെ മുമ്പ് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക എന്നതിനേക്കാൾ മുമ്പ് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെയും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള കാര്യങ്ങളെയും വെച്ച് താരതമ്യം ചെയ്തിട്ട് മുമ്പുണ്ടായിരുന്നതാണ് നല്ലത് എന്ന് തോന്നാനും സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇമോഷണലി വളരെ വളരെ ലോവർ എനർജിയിലുള്ളതായിട്ടാണ് കാണുന്നത്. ഇമോഷണലി കുറച്ച് ലോവർ എനർജിയാണെന്ന് കാണുന്നത്. കിങ് ഓഫ് സ്വോർഡിൻ്റെ എനർജി ഉണ്ട്. കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ തീരെ ഇമോഷണലി കണക്റ്റഡ് ആവാതെ നിങ്ങൾ പ്യുവർലി നിങ്ങൾ ഇൻ്റലക്ച്വലി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു പ്രശ്ന പരിഹാരത്തിനൊക്കെ നിങ്ങൾ ഇടയിൽ പോയി നിൽക്കുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആയിരിക്കണം. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു ശതമാനം പോലും മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം അതിന് വലിയ വിലയൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, കാരണം ഒരു കിങ് എനർജിയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ ഇൻ്റലക്ച്വലി വളരെ വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുക. അപ്പോൾ ആ തീരുമാനം വളരെ അൺബയസ്ഡ് ആയിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളിന്ന് ഈ ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർഗ്യുമെൻറ്റ്സ് മാത്രമല്ല വഴക്കായിട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാരണമാകാം, നിങ്ങൾക്കിടയിൽ നിങ്ങളും കൂടെ ഉൾപ്പെടുന്നതാവാം, മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഭാഗം പിടിക്കാൻ പോകുന്നതാകാം. എന്തായാലും ഒരു വഴക്ക് പോലെ കാണുന്നുണ്ട്. കിങ് ഓഫ് സ്വോർഡിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഹയർ അതോറിറ്റിയുമായിട്ട് ഒരു വഴക്കിലേക്ക് പോകുന്നതാവാം. കിങ് ഓഫ് സ്വോർഡ് ആയതുകൊണ്ട് കേട്ടോ ആകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ചാരിയറ്റ്. മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾ വളരെയധികം ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തൊരു കാര്യമാണ്. ഒരു ജോലിയായിരിക്കാം, ഒരു ഓഫറായിരിക്കാം, ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കാം, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് തന്നെയാകാം, ഒരു വ്യക്തിയായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു ഇടമാണ്. ഒരാളായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, എന്തോ ആയിരിക്കാം. അത് നിങ്ങൾക്ക് ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അത് ഇന്നേ ദിവസം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇനി ഒരിക്കലും അത് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ഒരു കാര്യമായിരിക്കും അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു ജോലിയായിരിക്കാം, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഇടമായിരിക്കാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഇടം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അതൊക്കെ നിങ്ങളിലേക്ക് ഇന്ന ദിവസം തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, നിങ്ങൾ യൂണിവേഴ്സലി അലൈൻഡ് ആണ്. യൂണിവേഴ്സിൻ്റെ സഹായം നിങ്ങൾക്കുണ്ട്. ഇന്ന് യൂണിവേഴ്സൽ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇന്ന് ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെയൊക്കെയോ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ ആരുടെയോ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവരെ വാച്ച് ചെയ്യുന്നു. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ സ്റ്റേറ്റസ് എന്താണ്, അവരുടെ ലാസ്റ്റ് സീൻ എന്തൊക്കെയാണ്, അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ഒരാളെ നിങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ വെയർഅബൌട്ട്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടേക്കോ പരതുന്നു. സോഷ്യൽ മീഡിയയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എവിടേക്കോ അയാളുടെ വെയർഅബൌട്ട്സിന് വേണ്ടിയിട്ട് തിരയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഓൺലൈൻ ഇരുന്നിട്ട് നിങ്ങൾക്ക് പോകേണ്ടുന്ന സ്ഥലങ്ങൾ, അത് പേരൻസ് ആയാലും ശരി, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ സൈറ്റ്സുകളിൽ കയറിയിട്ട് നിങ്ങൾ തിരയുന്നതാകാം. ഓക്കെ, ഡേറ്റ കളക്ഷനാണിത്. അപ്പോൾ ജോലിക്ക് വേണ്ടിയാവാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാവാം, എന്തിനു വേണ്ടിയിട്ടോ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങളൊരു പേഴ്സണിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നിട്ടാണ് 2 ഓഫ് വാൺസ് പറയുന്നത്. നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വളരെ ഭാഗ്യത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഒരു കാർമിക് സൈക്കിളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഒരു ഭാഗ്യത്തിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാം. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ബാക്ക് ടു നോർമലാവും. അതിനുശേഷം നിങ്ങൾക്ക് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. ഒരു കാർമിക് എൻഡാണ്, ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡായിട്ടാണ് വന്നിട്ടുള്ളത്. അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള കർമ്മയാണ്, ഈ ജന്മത്തെ അല്ല, പാസ്റ്റ് ലൈഫിലെ കർമ്മയാണ്. അത് എൻഡായി പോകുന്നുണ്ട്. അപ്പോൾ ആരുമായിട്ടാണോ നിങ്ങൾക്കൊരു കാർമിക് എൻഡ് വരുന്നത്, ആ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്.
5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നതാവാം. ചിലപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ആരെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, അപ്പം നിങ്ങൾ കൂട്ടുകാരാണല്ലോ എന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് പോകും. പക്ഷേ അവർ ശരിക്കും നിങ്ങളെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ആ വഴി പോകേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമയവും എല്ലാം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുവാണ്. നിങ്ങളതൊന്നും ഓർക്കുന്നില്ല, പക്ഷേ അവർ നിങ്ങളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഒരു എനർജിയാണ് 5 ഓഫ് സോഡിൻ്റെ എനർജി. അതുപോലെ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 5 എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ആണ്. മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ 5 അൺലക്കിയാണ് ഈ 5 എന്ന് പറയുന്ന നമ്പർ. അപ്പം അതുകൊണ്ട് ടാറോയിലാണ് കേട്ടോ അൺലക്കി 5 എന്നാണ് പറയുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾ ആയാലും 5 ഓഫ് സോഡായാലും 5 ഓഫ് വാണ്ട് ആയാലും അതുപോലെ 5 ഓഫ് വാണ്ട് പെൻറ്റക്കിൾ സോഡ് എല്ലാ 4 സോ കിട്ടും. ഏതിലായാലും അത് 5 എന്ന് പറയുന്നത് ഒരു അൺലക്കി നമ്പറായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത് ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കാക്കയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. കാക്ക വന്നിട്ട് ഇങ്ങനെ നമ്മുടെ സമാധാനം കളയും. കാക്ക വന്ന് കരയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ ഒരു പേടി വരും, എന്തിനാണ് ഈ കാക്ക വന്നിട്ട് കരയുന്നതെന്ന്. മറ്റു കിളികൾ പോലല്ല, കാക്ക നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഒരു റോക്കസ് സൗണ്ടാണ് ഈ കാക്കയ്ക്കുള്ളത്. സോറി, നമ്മൾ പറയത്തില്ലേ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കുന്ന പോലത്തെ സൗണ്ടാണ്, അതുപോലത്തെ ഒരു സൗണ്ടാണ്. മാത്രമല്ല ഈ കാക്ക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നക്കാരാണ് കാക്കകൾ. അവരാളെ കൂട്ടി വരും. അതാണ് ഈ കാക്കകളുടെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ആൾ കൂട്ടി വന്ന് ആക്രമിക്കുക എന്നൊക്കെയാണ് ഈ 5ൻ്റെ ഒരു പ്രശ്നം. 5 ഓഫ് സോഡ് അത് തന്നെയാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ 5 ഓഫ് സോഡ്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക, നിങ്ങളായിട്ട് ചെയ്യാതിരിക്കുക, മറ്റുള്ളവർ ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കുകയും ചെയ്യരുത്. 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്തോ ഒരു പ്ലാനിങ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നുകിൽ ഒരു ജോബായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ദിവസം കൊണ്ട് പ്ലാനിങ് ആയിരിക്കും എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യം. ആ കാര്യത്തിലേക്ക് ഇന്ന് നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിത്തറയിടലാണ്. അപ്പം എന്തോ ഒരു കാര്യത്തിനൊരു അടിത്തറ നിങ്ങളിന്ന് പ്ലാൻ ചെയ്തൊരു കാര്യം ഇന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വിദേശത്തേക്ക് യാത്ര പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങൾക്ക് ജോബ് ഓഫർ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പോകാനുള്ള വിസ റെഡി ആയിട്ടുണ്ടാവും, മെഡിക്കൽ പാസ്സാവുന്നതാവും. അങ്ങനെ എന്തോ ഒരു കാര്യം, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന ദിവസം റെഡി ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പോകുന്നതാവാം. നിങ്ങൾക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന, പ്രിപ്പറേഷനാണെന്ന് പറഞ്ഞല്ലോ, തയ്യാറാവുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. നിങ്ങൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കി നിൽക്കുന്നതാണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നതാവാം, ഒരു ജോലിയാവാം, ഒരു പേഴ്സണെ നോക്കി നിൽക്കുന്നതാവാം. ഇവിടെ ഈ 2 ഓഫ് വാണ്ടും 3 ഓഫ് വാണ്ടും ഒരു പ്ലാനിങ്ങിൻ്റെയും സെർച്ചിങ്ങിൻ്റെ ഒക്കെ എനർജിയാണ്. അപ്പോൾ ആരെയോ നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്നാണ് കേട്ടോ. 10 ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഫാമിലിയുമായിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഇന്ന് ഫാമിലിയോടൊപ്പം പുറത്ത് പോകാനോ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ സാഹചര്യം ഉള്ളതായിട്ടാണ് കാണുന്നത്. അതാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയുടെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ബി അസേർട്ടീവ്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കും. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, തീരുമാനം എടുക്കൂ, അതിൽ ഉറച്ചു നിൽക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. 2 സക്സസ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന അവിടെ സക്സസ് ആണ്. കോംപ്രമൈസ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഏഞ്ചൽസ് ഇന്ന് മറുപടി തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക. ഓക്കെ, അതാണ് ഏഞ്ചൽസും പറയുന്നത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്, അലൗ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. അത് നിങ്ങളായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യത്തെയും അത് നാച്ചുറലായിട്ട് അൺഫോൾഡ് ആവട്ടെ എന്നാണ്. ഓക്കെ, നിങ്ങളായിട്ട് കൺട്രോൾ ചെയ്ത് മസിൽ ഒടിച്ച് നിൽക്കേണ്ട. കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്, യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അതായത് നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും.
എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. ഇന്ന ദിവസം വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ റീയൂണിയൻ പോസിബിൾ ആണ്. നെക്സ്റ്റ് പാഷൻ, അലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പാഷനേറ്റ്ലി എന്തോ ഒരു ആഗ്രഹത്തെ ചേസ് ചെയ്യുന്നില്ലേ, ആ ആഗ്രഹത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിനെ ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സോളും ഒക്കെ, ഹാർട്ടും സോളും അത് സിങ്ക് ചെയ്ത് ജോയ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കെമിസ്ട്രിയാണ്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. നിങ്ങൾ എത്ര വേണ്ടെന്ന് പറഞ്ഞ് പോയാലും നിങ്ങളെ തിരിച്ചു പിടിച്ച് ഈ ഒരു ലൂപ്പിൽ കൊണ്ടിടുന്ന എന്തോ ഒരു കെമിസ്ട്രി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ടാരോ റീഡിങ്സ് കാണാനായിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഒട്ടും അലൈൻഡ് അല്ല, ഇതൊന്നും നിങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഈഗോ റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈഗോ ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ റെസനേറ്റ് ആയി എന്ന് പറയുക. ഈഗോ ഇല്ലാത്തവർ മാത്രം ചെയ്താൽ മതി, ഈഗോ ഉള്ളവർ ചെയ്യണം എന്നില്ല. നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല ഇത്. അപ്പോൾ മറ്റുള്ള ഒരുപാട് റീഡിങ്സ് ഉണ്ട്, അവിടെ ഏതെങ്കിലും റീഡിങ്സ് പോയിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ.